ഹായ്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞത് ശനിയാഴ്ച ആയതുകൊണ്ട് കച്ചവടം കുറച്ച് കുറവായിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഉറക്കം വരുന്നു. ഈ വണ്ടി ഈ സമയത്ത് ഭയങ്കര റഷായിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ള് പിന്നെ ബ്ലോക്ക് ഉണ്ടാവുക. എല്ലാവരും ചീത്ത പറയുന്നുണ്ട് അവിടെ നിന്ന്, ഗാഡി മുമ്പിലിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഉറക്കെല്ലാം വരുമ്പോഴേ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ പൊതുവെ ചായ കുടിക്കലില്ല. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ചായ കുടിക്കും. രാവിലെ ഒരു കഷ്ണം തിന്നു. പിന്നെ എന്താ പറയുക, മസ്കച്ചസ്ക ഇടയ്ക്ക് അങ്ങോട്ട് ഉൾട്ടേ ഇടയ്ക്ക് ഉൾട്ടയപ്പോൾ ഇത് പറയുന്നത് ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ ഇങ്ങനെയൊക്കെ നല്ല സ്ട്രോങ് ചായയാണ്. പിന്നെ ചായ കുടിച്ചെങ്കിൽ ഉറക്കെല്ലാം പമ്പാണ്. വേസ്റ്റ് കാടി വന്നിട്ടുണ്ട്. വേസ്റ്റ് അവർ എല്ലാ ദിവസവും വരും വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വന്നിട്ട് എടുത്ത് കൊടുക്കണം. അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ. അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാം ജീവിതം. ഒരു രസമാണെന്നല്ലേ. എന്നാലും വേസ്റ്റ് കാടി വന്നിട്ട് ഇങ്ങനെ ഓണം എടുക്കും. ഇത് ഞങ്ങൾ ഷോപ്പിലെ വേസ്റ്റാണ്. പിന്നെ ഈ ജ്യൂസെല്ലാം ജ്യൂസിൻ്റെ എല്ലാം വേസ്റ്റാണ് ഇത്. പിന്നെ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. എല്ലാ ദിവസവും അവർക്ക് വരും. അതുകൊണ്ട് പിന്നെ ഈ വേസ്റ്റ് ഗാഡിയിലൊക്കെ പിള്ളേർ ഇത് അവർ തന്നെ എടുത്തുകൊണ്ട് പോകും. വേറെ ആരുടെ കടയിൽ നിന്നും അങ്ങനെ എടുക്കില്ല, നമ്മളെ കടയിൽ നിന്ന് മാത്രം എടുക്കില്ല. ഞാൻ ചിലപ്പോൾ മലയാളി ആയതുകൊണ്ടും പിന്നെ അതുകൊണ്ടെല്ലാം ആയിരിക്കും ചിലപ്പോൾ ഇവർ എടുക്കുന്നത്. പിന്നെ ഞാൻ ലേഡീസും കൂടിയല്ലേ, അപ്പോൾ അടുത്തവരെ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചിട്ട് അവർ വന്നിട്ട് ഇതിൽ വേസ്റ്റ് എടുക്കുന്നവരെന്ന് പറയും, മേഡത്തിൻ്റെ ഒക്കെ പോയിട്ട് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ. ഇവർ വേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്തെങ്കിലുമായിട്ട് ഒരു 10 രൂപ ഉള്ള സാധനങ്ങളും എല്ലാ ദിവസവും വരും. അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. അപ്പോൾ അവർ വണ്ടി പോകുന്നുണ്ടാവും. പിന്നെ ആദ്യമൊന്നും ഇങ്ങോട്ട് ഈ വേസ്റ്റ് കാടി വരത്തില്ല. പിന്നെ നമ്മൾ ഈ പന്നി ഫാമിലേക്ക് വേസ്റ്റ് എടുക്കാണ്ട് വരുന്നവർക്ക് 200 രൂപ നമ്മൾ കൊടുത്തിട്ടാണ് അവർ പിന്നെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവുക. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ എം എൽ എക്ക് പിന്നെ കംപ്ലയിൻ്റ് അയച്ച് ഇവിടുന്ന് വേസ്റ്റ് എടുക്കാണ്ട് വരുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കംപ്ലയിൻ്റ് അയച്ച് അതിന് ശേഷമാണ് ഡെയിലി വരുന്നത്. നമ്മളിപ്പോൾ ഇവർക്ക് ഒരു മാസത്തിൽ 750 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ഷോപ്പിൽ ഷോപ്പിലത്തെ അവർ തന്നെ ഒന്ന് കൊണ്ടുവിടുക. ഇവിടെ മാത്രം ഞങ്ങളുടെ ഷോപ്പിൽ മാത്രം അവർ വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗുഡ്ക ഈ പിന്നെ വിമൽ അല്ലെങ്കിൽ കമലപ്പസന്ത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ സിഗരറ്റ് കൊടുക്കും. അതും അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, പഴം അങ്ങനെ എന്തെങ്കിലും അവർക്ക് കൊടുക്കും. ഒരു 10 റുപ്യക്ക് ഉള്ളിലുള്ള സാധനം എന്തായാലും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ അവർ എപ്പോഴും വന്നിട്ട് ഞാനിവിടെ ഉള്ളിലാണെങ്കിൽ തന്നെ ആൻറ്റി പിന്നെ വേസ്റ്റ് ഗാഡി ആയേക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കും. വിളിച്ചിട്ട് അവർ എടുത്തു കൊടുക്കും. അതുകൊണ്ട് ഭയങ്കര ഒരു സമാധാനം തന്നെയാണ്. നമുക്ക് വേസ്റ്റ് നമ്മൾ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർ വരുന്നത് കൊണ്ട് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ്. പിന്നെ ഇതാണ് എൻ്റെ ഈ ബേക്കറി ഷോപ്പിൻ്റെ ജീവിതത്തിൽ ഒരു ഏടാണത്. നമ്മൾ പിന്നെ ജ്യൂസ് അടിച്ചിട്ട് ആ ജ്യൂസിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ്, അതുപോലെ തന്നെ ബാക്കി പേപ്പേഴ്സ്, ഗ്ലാസ്, ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒരു 60% ആൾക്കാർ അതിലൊന്ന് കുടിക്കുക. ബാക്കി ഇതിലൊരു സാധാരണ ഗ്ലാസ്സിൽ കുടിക്കും, ചില്ല് ഗ്ലാസ്സിൽ. അല്ലാത്തവർ പിന്നെ പേപ്പർ ഗ്ലാസ്സിൽ കുടിക്കും. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്വന്തം എവിടെയും കൊണ്ടുപോയി കളയാറിന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സമാധാനം അല്ലേ. അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് വരും. Bye.